ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ വൾണറബിലിറ്റി അനാലിസിസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ വൾണറബിലിറ്റി അനാലിസിസിന് സഹായിക്കുന്ന രണ്ട് ടൂളുകളെ കുറിച്ച് പഠിച്ചു. അതായത് എൻമാപ്പ് സ്ക്രിപ്റ്റ്, സെർച്ച് എക്സ്പ്ലോയിറ്റ്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ടൂളിനെ കുറിച്ച് നോക്കാൻ പോവുകയാണ്. ഇത് മറ്റ് രണ്ട് ടൂളിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും വളരെ പവർഫുള്ളായ ഒരു ടൂളാണിത്. ആ ടൂളാണ് നെസസ് ടൂളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ടൂൾ എങ്ങനെ നമുക്ക് നമ്മുടെ കാലറിനെക്സ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ടൂൾ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെസസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മോസില്ല ഫയർഫോക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം നെസസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നെസസിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റായ tenable.com കാണാം. ഡൗൺലോഡ് ടെനബിൾ നെസസ് വൾണറബിലിറ്റി അസസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് കാണാം നെസസ് എക്സ്പേർട്ട് ഉണ്ട്, നെസസ് പ്രൊഫഷണൽ ഉണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് നെസസ് കാണാൻ സാധിക്കും. ഇത് രണ്ടും പെയ്ഡ് ആണ് വരുന്നത്. നെസസ് എക്സ്പേർട്ടും നെസസ് പ്രൊഫഷണലും ഇതാ കാണാം. ഐഡിയൽ ഫോർ കൺസൾട്ടൻറ്റ്, പെൻ ടെസ്റ്റേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് SMBs അത് കാണാം. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് 1 ഇയറിൽ തന്നെ ഇത്രയും ഡോളറാണ് വരുന്നത്. ഇപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് പെൻ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്കപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് സെർച്ച് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് നെസസ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടെനബിളിൻ്റെ ലിങ്ക് കാണാം, ഡൗൺലോഡ് നെസസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി നോക്കിയാൽ ഓക്കെ, ഇതാ നമുക്കിവിടെ വേർഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എന്ന് പറയുന്നത് ലിനക്സ് DBN ആണ്. നമുക്ക് നോക്കാം ലിനക്സ് DBN അവൈലബിൾ ആണോ എന്ന്. ഓക്കെ, എൻ്റെ എന്ന് പറയുന്നത് DBN 64 ബിറ്റ് കാളിനാക്സ് ആണ്. അപ്പോൾ ലിനക്സ് DBN AMD 64 ഇതാണ് നമ്മുടെ ലിങ്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ 32 ബിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള വേർഷൻ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വേർഷൻ തോന്നുന്നു, 10.5.2. അപ്പോൾ അത് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെസസ് ഫയലുകൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം നെസസ് -10.5.2 വേർഷനാണ്. DBN 10 AMD 64. എൻ്റെ ലിനക്സ് 64 ബിറ്റാണ്. അതുകൊണ്ട് ഞാൻ 64 ബിറ്റ് ഫയലാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ അൺസിപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അൺസിപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ് പറയാൻ പോകുന്നത്. sudo dpkg -i. dpkg എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് പാക്കേജും -i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ്. സ്പേസ് നെസസിൻ്റെ ആ പേര് സ്പെസിഫൈ ചെയ്യണം. ടാബ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. നമുക്ക് എൻ്റർ കൊടുക്കാം. പാസ്വേഡ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെസസ് അൺസിപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷനുള്ള സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സ്റ്റാർട്ട് നെസസ് സ്കാനർ ബൈ ടൈപ്പിംഗ് /bin systemctl start നെസസ് d.service. ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. ദെൻ ഗോ ടു ഈ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ റൂട്ട് പ്രിവിലേജ് വേണം. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, കൊടുക്കാം പാസ്വേഡ്. ഒതൻറ്റിക്കേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിലേക്ക് പോകണം. ഇത് നമുക്ക് Ctrl+ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, ലോഡ് ആവുന്ന കാണാം. ഓക്കെ, ഇത് നോട്ട് സെക്യൂർ വാർണിംഗ്, പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി റിസ്ക് അഹെഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ നെസസിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷെ മറ്റ് വെബ്സൈറ്റുകൾ നിങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കറിയാം
നമ്മൾ നെസസ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവുകയാണെന്ന്, അതുകൊണ്ട് പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ പ്ലീസ് വെയിറ്റ് വൈൽ നെസസ് ഇനിഷ്യലൈസിങ്. അത് ഇനിഷ്യലൈസ് ആവുകയാണ്. കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഇത് വളരെ വലിയൊരു ടൂളാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ലാഗ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് വളരെ പവർഫുൾ ആണ്. ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ടൂളിനകത്ത് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ പവറുള്ള ഒരു ടൂളാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. നമുക്കിവിടെ കാണാം വെൽക്കം ടു നെസസ്, സെറ്റപ്പ് എ പർച്ചേസ്ഡ് ഇൻസ്റ്റൻസ് ഓഫ് നെസസ്. നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇതെല്ലാം എക്സ്പെർട്ട് എല്ലാം പെയ്ഡ് വേർഷൻ വരുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ വേർഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് രജിസ്റ്റർ ഫോർ നെസസ് എസെൻഷ്യൽസ് കാണാം. ഇതൊരു ഫ്രീ വേർഷനാണ്. നമ്മളെപ്പോലുള്ള സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ വേർഷനാണ് നെസസ് എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. സൂം ചെയ്യാം, ഇതാക്കണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വേർഷൻ എന്ന് പറയുന്നത് നെസസ് എസെൻഷ്യൽസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് രജിസ്റ്റർ ഫോർ നെസസ് എസെൻഷ്യൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൾസോ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ അതിലേക്കൊരു ആക്ടിവേഷൻ കോഡ് വരും. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും ലാസ്റ്റ് നെയിമും അതേപോലെ ആ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ, നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുമ്പോൾ ഒരു ആക്ടിവേഷൻ കോഡ് ഇതുപോലെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂസർ നെയിം കൊടുക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൂടെ കൊടുക്കാം. കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് കാണാം പ്ലീസ് വെയിറ്റ് വൈൽ നെസസ് ഈസ് ഇനിഷ്യലൈസിംഗ് ആണ് പറയുന്നത്. ഇത് ഒരു വലിയ സ്റ്റെപ്പ് തന്നെയാണ്. നല്ല രീതിയിൽ ടൈം എടുക്കുന്നതാണ് ഈ പ്ലഗിൻസ് എല്ലാം ഡൗൺലോഡ് ആവുന്ന ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഏകദേശം അരമണിക്കൂറോളം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അത്രയും സമയം എടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നെസസ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു IP സ്കാൻ ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നെസസ് എസെൻഷ്യൽസ് എന്ന വേർഷനാണ്, അതായത് ഫ്രീ വേർഷനാണ് അത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. പ്രീമിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 16 എന്തോ IP അഡ്രസ് മാത്രമേ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറൊരു അക്കൗണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഇന്റേണൽ നെറ്റ്വർക്ക് മാത്രമേ ഈ ഫ്രീ വേർഷനിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. എക്സ്റ്റേണൽ IP അഡ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും വളരെ പവർഫുള്ളായ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, വൾനറബിലിറ്റി കണ്ടുപിടിക്കുന്നതൊക്കെ. ഇത് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും എററോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.